ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് തന്നെയല്ലേ, അപ്പം എല്ലാവരും കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ. നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് റിച്ച് ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ കേക്ക് കുറേ ദിവസം വരെ പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം, എന്നാലും പുറത്തിരുന്നാലും ഇത് കേടാകൂല. അപ്പോൾ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുള്ള നമ്മുടെ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്കൊരു ബൗള് നല്ലതുപോലെ തുടച്ച് ക്ലീൻ ആക്കിയ ഒരു ബൗളാണ് എടുക്കേണ്ടത്. വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഞാൻ ഒരു 9 മുട്ടയാണ് എടുത്തേക്കണത്. അതിൻ്റെ വൈറ്റ് വേറെ യെല്ലോ വേറെ അങ്ങനെ ആയിട്ട് വേർതിരിച്ചെടുക്കണേന്. വൈറ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റിയതാണ്. ഇത് സ്പീഡ് ഇത്തിരി കൂടുതലുള്ളതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഈ മുട്ട വൈറ്റ് അടിച്ചതൊന്ന് മാറ്റി വെക്കാം. വേറൊരു ബൗള് നമുക്ക് നല്ല ഇതുപോലെ ഉണങ്ങിയ ബൗള് വേണം എടുക്കാനായിട്ട്. വെള്ളമൊന്നും പാടില്ല അതിനകത്ത്. എനിക്ക് ഇത്തിരി ക്വാണ്ടിറ്റി അധികമായിട്ട് ഒരു 3 കിലോത്തിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കണത്. എനിക്കൊരു ഓർഡർ ഉണ്ട്. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ ഇതിപ്പോൾ വീഡിയോ പിടിച്ചത്. അപ്പം നമുക്ക് ഈ ബൗളിലോട്ട് ഞാനൊരു 300 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നമുക്ക് ഈ ബട്ടർ ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ട് ബട്ടർ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1.5 കപ്പാണ് എടുത്തേക്കണത്. ഇനി ഇതൊന്ന് പതിയെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രൗൺ ഷുഗറൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് മെൽറ്റായി വരണം. നമുക്ക് മുട്ട കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗറെല്ലാം നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് 3 കപ്പ് കാരമൽ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മൈദ ഞാനിവിടെ എടുത്തേക്കണത് ഒരു 4.5 കപ്പ് മൈദയാണ് എടുത്തേക്കണത്. അതിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് നല്ലോണം തരിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഈ മൈദക്കൂട്ടൊന്ന് തരിച്ച് വെക്കാം. അപ്പോൾ അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 3-4 ദിവസം മുന്നേ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിനകത്ത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയൊരു മസാല ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബ്ലാക്ക് കറന്റ് ഇട്ട് കൊടുക്കട്ടെ. ഒരു ടീസ്പൂണ് നമ്മുടെ ജാമാണ്, എല്ലാം മിക്സ്ഡ് ആണ്, അത് ഇട്ട് കൊടുക്കണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ടായിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ അതെല്ലാവരും കാണണം. പിന്നെ ക്യാരമൽ സിറപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണമാണ് ഇട്ടതിന്. നമ്മുടെ മസാലയൊക്കെ ചേർന്ന്, മസാല എന്ന് പറഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, ഇതൊക്കെ ആദ്യം ഞാൻ ഇത് സോക്ക് ചെയ്തപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതും കൂടെ ഇതിനകത്ത് ഈ സമയത്താണ് ഇടേണ്ടത്. നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഇത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എഗ് ബീറ്റർ വെച്ചിട്ട് വേണ്ട, നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എത്ര ചേർക്കണം അത്രയും ടേസ്റ്റ് കൂടും അതിന്, നമ്മുടെ പ്ലം കേക്കിന്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് വൈറ്റ് ഇതിനകത്ത് മിക്സ് ചെയ്യണം. നമുക്ക് മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്യും മുന്നേ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് പൈനാപ്പിളിൻ്റെ എസെൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ എസെൻസ് ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ എഗ് വൈറ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ നാരങ്ങ നീര് വെച്ച് കൊടുക്കുന്നു. ഒരു 2 ടീസ്പൂണ് നമ്മുടെ തേനും ഒഴിച്ച് കൊടുക്കണ്ടേ. മിക്സ് ചെയ്ത് കൊടുക്കരുത്. നമുക്കിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവണ് 10 മിനിറ്റത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി ഇത് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പേപ്പർ മോൾഡ് കൊടുത്തിട്ടുണ്ട്, അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. 1/2 കിലോ വെച്ചിട്ടാണ് ഒരേ പാത്രത്തിലും ഒഴിച്ച് എടുക്കണത്. നമുക്ക് ഈ പേപ്പർ മോൾഡിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കശുവണ്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 മോൾഡാണ് വെച്ചേക്കണത് കേട്ടോ. 5 പാത്രത്തിലായിട്ടാണ് വെച്ചേക്കണത്. ഞാൻ അതൊന്ന് ബേക്ക് ചെയ്ത് വരട്ടെ. ഞാനിവിടെ 160 ഡിഗ്രി ചൂടിലാണ് വെച്ചേക്കണത്. അതൊരു 45 മിനിറ്റ്. അപ്പം നമുക്ക് ഇത് ബേക്ക് ചെയ്യണവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് കേക്ക് കണ്ട പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടി വരും. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിക്കരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ ആയാലും മുറിച്ച് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ. പ്ലം കേക്കിന് അങ്ങനെയാണ്, ടേസ്റ്റ് ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. ഇത് കുറേ ദിവസം വരെ ഇത് കേടാകാതെ ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാൽ മതി. പുറത്ത് വെച്ചാൽ കേടാകില്ല ഇത്. അപ്പം എൻ്റെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.